സോപ്പ് ഉണ്ടാക്കാനാണ് പോകുന്നത്. നല്ല സോപ്പാണ്, നല്ല മണമുണ്ട്, നല്ല ആയുർവേദിക് സോപ്പാണ് ശരിക്കും. അപ്പൊ അതിന്റെ വീഡിയോയിൽ സോപ്പ് കട്ട ഞാൻ വാങ്ങിയിട്ടുണ്ട്. പിന്നെ മഞ്ഞൾ വീട്ടിൽ തന്നെ ഉള്ളതാണ്, ഈ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്, നമ്മൾ നട്ട് അതിൽ കിട്ടിയതാണ്, അതുകൊണ്ടാണ് ഇത്ര ചെറുതായിട്ടൊക്കെ ഇരിക്കുന്നത്. അപ്പൊ മഞ്ഞൾ, പിന്നെ ആര്യവേപ്പിന്റെ ഇല. ഓക്കെ, പിന്നെ വേണ്ടത് റോസ് വാട്ടർ, പിന്നെ ചന്ദനത്തിന്റെ അതൊരു ഫ്ലേവർ, അതായത് നമുക്ക് മണം കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്, അതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ ഗ്ലിസറിൻ. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് ഒരു സോപ്പ് ഉണ്ടാക്കാൻ പോകുന്നേ. വേപ്പും കൂടെ അരയ്ക്കാനായിട്ട് എടുക്കണേ. ഇതിലേക്ക് മഞ്ഞൾ അരിഞ്ഞൊന്നുമില്ല, ഇത് അരിഞ്ഞിട്ടെങ്കിൽ പെട്ടെന്ന് അരച്ച് എടുക്കാൻ എളുപ്പമാണ്. പക്ഷെ ഞാനിങ്ങനെ മുഴുവനെ ഇട്ടു. ഇതാദ്യം ഞാനൊന്ന് പൊടിച്ചിട്ട് പിന്നെ വെള്ളം ശകലം ഈ റോസ് വാട്ടർ ഒഴിച്ച് അരയ്ക്കാം. പൊടിഞ്ഞില്ല അരിഞ്ഞില്ല, ഒന്ന് അരിഞ്ഞു വെക്കാൻ നല്ലോണം. അപ്പോൾ ഇത് അരിഞ്ഞതിന് നമ്മളൊരു തുണിയിൽ ഇട്ടിട്ട് തുണിയിലേക്ക് ഇടണം കേട്ടോ. അപ്പോൾ അത്രയും ഇതിലേക്ക് ഇട്ടായിരുന്നു. പിന്നെ നമ്മളിതിനെ പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ഇത് പിഴിഞ്ഞു കഴിഞ്ഞായിരുന്നേ. ഇത്രയും മതി, കാരണം എനിക്ക് സോപ്പ് കെട്ട് കുറവാണ്. അപ്പം അതുകൊണ്ട് ഇത്രയും ലിക്വിഡ് മതി. ഇതെടുത്തിട്ടുണ്ട്. കട്ടാക്കാൻ പോവേണേ. പക്ഷെ അത് ഏറ്റവും ചെറുതായിട്ട് കട്ട് ചെയ്താൽ പെട്ടെന്ന് അലിഞ്ഞു കിട്ടും. അതിനുള്ള പരിപാടിയാണ് ഞാൻ നോക്കുന്നത്. നാല് സോപ്പിന്റെ കട്ടയാണ്. നമ്മളിത് വാങ്ങിയത് ആമസോണിൽ നിന്നാണേ. ശരിക്കും എന്ത് രസമല്ലേ, നല്ല കണ്ണാടി പോലെ ഇരിക്കുന്നു, ഗ്ലാസ് ടൈപ്പ് പോലെ ഇരിക്കുന്നു സോപ്പിന്റെ കട്ട. കാരണം എനിക്കതൊക്കെ തോന്നുന്നത് എന്താണെന്നറിയോ, ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. ഇനി ഇതിനെ ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്ത് ഇതിലിടാം. അപ്പൊ സോപ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു പാത്രത്തിൽ വെള്ളം വെക്കട്ടെ, തിളപ്പിക്കട്ടെ. അപ്പൊ പാത്രത്തിൽ വെള്ളം അടുപ്പത്ത് വെച്ചു. ഒന്ന് ചെറുതായി ചൂടായതേ ഉള്ളൂ. നല്ല തിളയ്ക്കണം. തിളച്ചതിന് ശേഷം ഈ സോപ്പ് അതിലേക്ക് വെച്ച് ഉരുക്കിയെടുക്കാം. അപ്പൊ അതിലേക്ക് ഇത് സിം വച്ച് ഇത് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ
ഡബിൾ ബോയിലിംഗ് ആണ്. അതായത് വെള്ളം തിളപ്പിച്ചിട്ട് അതിന്റെ മീതെ പാത്രത്തിൽ സോപ്പ് ബേസ് ഇട്ട് കട്ട് ചെയ്തിട്ടിട്ട് അതിനെ നന്നായിട്ട് ഇളക്കി അങ്ങ് ചേർക്കണം. അപ്പൊ ലിക്വിഡ് രൂപം ആവും. അപ്പൊ നല്ല ലിക്വിഡ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിലേക്ക് ഞാൻ മഞ്ഞളും ആര്യവേപ്പും കൂടെ അരച്ചു വെച്ചേക്കുന്ന ലൈൻ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഒഴിച്ചപ്പോൾ തന്നെ അതിന്റെ കളറങ്ങ് ചേഞ്ചായി. പിന്നെ ഇനി ഇതിലേക്ക് ഇത് ഗ്ലിസറിനാണ്. അപ്പൊ ഇതില് 2 സ്പൂണ് ഗ്ലിസറിൻ ഒഴിക്കുകയാണ്. ഞാനിത് സോപ്പ് ഉണ്ടാക്കുന്ന ഫസ്റ്റ് ടൈമാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ എന്താണെന്ന് നോക്കട്ടെ. നമുക്കിത് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ, ഒരു സ്പൂണും കഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ ചന്ദനത്തിന്റെ ഫ്ലേവറാണ് ഇത്. അതും കൂടെ മിക്സ് ചെയ്തു. മണം കിട്ടാൻ വേണ്ടിയാണ് ഇത് ഒഴിക്കുന്നത്. അപ്പൊ അതിന്റെ കവർ എന്ന് പറയുന്നത് കണ്ടല്ലോ. ഇതെല്ലാം ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. അതിന് മണം കിട്ടാൻ വേണ്ടി ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കണം. അപ്പൊ സോപ്പ് മോൾഡ് ഇതാണ്. അതിലേക്ക് എണ്ണ, കുറച്ച് വെളിച്ചെണ്ണ പുരട്ടിയിട്ട് നമ്മൾ അതിലേക്ക് ഒഴിക്കണം. ചൂടോടെ തന്നെ ഒഴിക്കണം. ഞാൻ ഒഴിക്കട്ടെ. അപ്പൊ പദം അങ്ങോട്ട് നീക്കണം. നമ്മൾ നീക്കി അങ്ങ് ഇട്ടാൽ മതി. അത് ഇപ്പൊ നമുക്ക് വീട്ടിലേക്ക് ഉപയോഗിക്കാനായതുകൊണ്ട് നമുക്ക് ഈ കുറച്ച് പദം ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മൾ സോപ്പിഴ് ഒഴിച്ചായിരുന്നു. പത നീക്കിയപ്പോ ഇതിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇത് എന്റെ ഫസ്റ്റ് ടൈം ഞാൻ സോപ്പ് ഉണ്ടാക്കുന്നതാണ്. അപ്പൊ അതിൽ മിച്ചം വന്നപ്പോഴേക്കും ഞാൻ വേറൊരു ട്രെയിൽ, വേറൊരു മോൾഡ് ഉണ്ട്. അപ്പൊ അതിലേക്ക് ഇത് ഒഴിച്ചായിരുന്നു. ഇത് കുറച്ചേ ഉള്ളൂ. ഇത് ഒരു സോപ്പിന്റെ ഇത് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് നീ ഇവിടെ ഇരുന്ന് സെറ്റ് ആവാനായിട്ട് അടുക്കളയിലായിപ്പോയി. വേറൊരിടത്തോട്ട് മാറ്റിക്കൊണ്ട് വച്ചില്ല. കാരണം ഫസ്റ്റ് ടൈം ആയതുകൊണ്ടൊരു വെപ്രാളമാണ്. എങ്ങനെ ഇത് ശരിയാകുമോ ഇല്ലേ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. അപ്പം അങ്ങനെ ശരിയാക്കി. അതിന്റെ ബാക്കി ആ പതയൊക്കെ എടുത്തിട്ട് ഞാൻ കയ്യിലൊക്കെ തേച്ച് നോക്കിയായിരുന്നു. ബാക്കി നാളെ കാണിച്ചു തരാം. ഇത് സെറ്റ് ആയതിനു ശേഷം കാണിച്ചു തരാം. നാളെയല്ല, സെറ്റ് ആയതിനു ശേഷം കാണിച്ചു തരാം. ഓക്കെ, ഇന്ന് ഈ സോപ്പിനെ ഇളക്കി നോക്കാവേ. ഒന്നായി.
അപ്പം സോപ്പ് റെഡിയായി, നല്ല സോപ്പായിട്ട് തന്നെ കിട്ടിയത്. ഇനി ഇതെനിക്ക് ഇതിൽ നിന്ന് ഒരു സോപ്പ് എടുത്തിട്ട് ഇതെടുക്കാം, ഈ ചെറുത് എടുത്തിട്ട് ഞാൻ എൻ്റെ കൈ ഒന്ന് കഴുകി നോക്കാം. കാരണം ബാക്കിയൊക്കെ ഇവിടെ കുഞ്ഞൂസുണ്ട്, അപ്പോൾ ചേച്ചിയുടെ മോളൊക്കെ ഉണ്ട്. അപ്പം എല്ലാവർക്കും നല്ലത് കൊടുക്കണേന്ന് ഇഷ്ടം. അപ്പം ഇതൊന്ന് എടുത്തിട്ട് ഞാനൊന്ന് കൈ കഴുകി നോക്കാവേ. ആദ്യമായിട്ട് ഉണ്ടാക്കിയ സോപ്പ്. അപ്പം നമ്മുടെ സോപ്പ് റെഡിയായി. ഇതന്നെ ഞാൻ ആദ്യമായിട്ട് സോപ്പ് കയ്യിൽ തേച്ച് വെളുപ്പവും നോക്കണത്. പിന്നെ എൻ്റെ കൈ വെയിൽ കൊണ്ട് കറുത്തതാണ് സ്കൂട്ടർ ഓട്ടിച്ച്. അപ്പം എന്തായാലും നല്ല സോപ്പാണ്, നല്ല മണമുണ്ട്, നല്ല ആയുർവേദിക് സോപ്പാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ സ്മെല്ലടിക്കുമ്പോൾ എനിക്ക് പിയ സോപ്പിൻ്റെയൊക്കെ മണമായിട്ടാണ് തോന്നുന്നത് എങ്കിലും, പക്ഷെ ഇതിൽ മഞ്ഞളും ആര്യവേപ്പും എല്ലാം കൂടി ചേർന്നതായതുകൊണ്ട് സ്കിന്നിന് വളരെയേറെ നല്ല സോപ്പാണ്. കാരണം ചൊറിച്ചില്, അലർജി ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങളുണ്ടെങ്കിൽ ആര്യവേപ്പ് ശരിക്കും മഞ്ഞളും നമ്മുടെ ശരീരത്തിൽ സ്കിന്നിലുള്ള ഈ ത്വക്ക് രോഗങ്ങൾ കുറേയൊക്കെ മാറ്റിത്തരണേണേ. കുറേ മാറ്റിത്തരും. നമ്മൾ അതിൻ്റെ വെള്ളം ചൂടാക്കി തന്നെ ഈ രണ്ടും കൂടി ഇട്ട് വെള്ളം തിളപ്പിച്ച് ആ ചൊറി പാറുന്ന ഭാഗത്തൊക്കെ തേച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അതങ്ങ് മാറിക്കിട്ടാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ ഒരു സോപ്പ് ഉണ്ടാക്കി നോക്കിയത് ആദ്യം തന്നെ. അപ്പം ഇത് കണ്ടല്ല, നല്ല പതഞ്ഞ് നല്ല സോപ്പ്. അപ്പം ഇനി കഴുകട്ടെ. കഴുകി ഇല്ല, ഓക്കെ, വേറെ ഒരു പ്രശ്നമില്ല, ചൊച്ചില ഒന്നുമില്ല. സോപ്പ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് കമൻറ്റ് എല്ലാം ഇട്ട് തരണം, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടതിന് നന്ദി. ബൈ ബൈ.